ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രേക്ക് സിലിണ്ടേഴ്സ് നമ്മൾ നോക്കി. സോ അതുവരെ നമ്മളെ ടൈപ്സും മറ്റു കാര്യങ്ങൾ വർക്കിംഗ് എല്ലാം നമുക്ക് മനസ്സിലായി കാണും. അപ്പോൾ നമ്മൾ ഇനി പവർ ബ്രേക്സിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലച്ച് അതുപോലെ ഗിയേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ഡ്രൈവറിൻ്റെ കംഫർട്ടാണ് അല്ലെങ്കിൽ ഡ്രൈവറിൻ്റെ എഫേർട്ട് കുറയ്ക്കലാണ് ഏറ്റവും നമ്മുടെ ലക്ഷ്യമെന്നും അതുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം ഗിയർ ബോക്സിൻ്റെ ടൈപ്സും അതുപോലെ ക്ലച്ചിൻ്റെ ടൈപ്സും നമ്മൾ പഠിക്കുന്നുള്ള കാര്യം പറഞ്ഞു. അതേ മെയിൻ പർപ്പസ് തന്നെയാണ് പവർ ബ്രേക്സിൻ്റെയും. സോ ഈ പവർ ബ്രേക്സിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ നമുക്ക് പറഞ്ഞ സ്ഥലത്ത് ഇത്ര സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൽ നമ്മൾ നിർത്തിക്കുക എന്നുള്ളതും, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവറിൻ്റെ എഫേർട്ട് നമ്മൾ എത്രത്തോളം കുറയ്ക്കാൻ കഴിയുന്നോ അത്രത്തോളം നമ്മൾ കുറയ്ക്കുക എന്നുള്ളതെന്നാണ് നമ്മളതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. നമ്മൾ ചില വണ്ടികളൊക്കെ ഓടിക്കുമ്പോൾ ബ്രേക്ക് ഭയങ്കര കട്ടിയാണ്, നമുക്ക് ബ്രേക്ക് ചവിട്ടിയാലും വണ്ടി നിൽക്കുന്നില്ല, അങ്ങനത്തെ കേസുകളൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഇത്തിരി എന്തോ പോലെ തോന്നുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കുറച്ചുകൂടി നല്ല കാലം അമർത്തേണ്ടി വരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസ് നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബ്രേക്സാണ് പവർ ബ്രേക്സ് എന്ന് പറയുന്നത്. ഇത് രണ്ട് രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, പവർ അസിസ്റ്റഡ് ബ്രേക്കും സെർവോ ബ്രേക്ക് എന്നുള്ള രീതിയിലും. നമ്മൾ പവർ അസിസ്റ്റഡ് എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ സെർവോ ബ്രേക്സ് നമ്മൾ നോക്കാം. അപ്പോൾ എന്താണ് പവർ അസിസ്റ്റഡ് ബ്രേക്സ്? അപ്പോൾ നമ്മുടെ സാധാ ഹൈഡ്രോളിക് ബ്രേക്ക് ആണെങ്കിലും നമ്മുടെ ന്യൂമാറ്റിക് ബ്രേക്ക് ആണെങ്കിലും അതിൻ്റെ എല്ലാ സിസ്റ്റംസും അതിൻ്റെ പാർട്സുകളും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതിനാണ് നമുക്കിവിടെ മെയിൻ സിലിണ്ടർ ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ 4 വീലാണെന്നുണ്ടെങ്കിൽ ഇപ്പം 2 ടാൻഡം മാസ്റ്റർ സിലിണ്ടർ ഉപയോഗിക്കുന്നുണ്ടാവും. ഇതിന് 2 ലൈൻസ് പോകും. അത് നമ്മുടെ ഫ്രണ്ട് വീലിലേക്കും അതായത് ബാക്ക് വീലിലേക്കും നമ്മൾ പോകും. ഫ്രണ്ട് വീലുള്ള വീൽ സിലിണ്ടറിലേക്കും ഇത് മറ്റേ വീൽ സിലിണ്ടറിലേക്കും കണക്ട് ചെയ്യും. ഓക്കെ, ഇനി ഇത് നമ്മൾ പെഡലിൽ കണക്ട് ചെയ്യും. ഡയറക്റ്റ് പെഡലിൽ കണക്ട് ചെയ്യും. അതിന് പകരം നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഒരു ബൂസ്റ്റർ ഉപയോഗിക്കും. അതിനെയാണ് അസിസ്റ്റ് ചെയ്യുന്നത്. ഒരു പവർ എക്സ്ട്രാ അസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ ഒരു ബൂസ്റ്റർ ഉപയോഗിക്കും. ആ ബൂസ്റ്റർ ഏതാണോ ആ ടൈപ്പ് ഓഫ് ബൂസ്റ്റർ നമ്മൾ ഉപയോഗിക്കും. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ പേര് വാക്വം ബൂസ്റ്ററാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ വാക്വത്തിൻ്റെ പാർട്സുകൾ കാണുന്നത്. നമ്മൾ ആ ബൂസ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 രീതിയിലുണ്ട്, എയർ അസിസ്റ്റഡും ഉണ്ട്, വാക്വം അസിസ്റ്റഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ നോക്കാം. എയർ അസിസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു കംപ്രസർ നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ മാസ്റ്റർ സിലിണ്ടർ. ഈ മാസ്റ്റർ സിലിണ്ടറിന് മുമ്പ് ഈ ബൂസ്റ്ററിൻ്റെ പാർട്സിൽ ഇവിടെ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ്, ഒരു ചേമ്പർ ഉണ്ടാവും, പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും. ഇതിൻ്റെ ഇൻലെറ്റിലേക്ക് നമ്മുടെ കംപ്രസർ കണക്ട് ചെയ്യും. സോ ഈ കംപ്രസർ കണക്ട് ചെയ്തിട്ട് ഈ കംപ്രസറിന് നമ്മൾ എപ്പോഴാണോ പെഡൽ പ്രസ് ചെയ്യുന്നത്, നമ്മൾ എപ്പോഴാണോ കാലിൽ പെഡൽ പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് ഹാൻഡിൽ നമ്മൾ അമർത്തുകയോ ചെയ്യുമ്പോൾ നമ്മളിത് പ്രസ് ചെയ്യുമ്പോൾ ഈ കംപ്രസർ ഓൾറെഡി നമ്മളിതിൽ കംപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഈ എയർ ടാങ്കിൽ. ഈ ഇതിൽ നിന്ന് പെഡൽ പ്രസ് ചെയ്യുമ്പോൾ കംപ്രസ്ഡ് എയർ കൂടെ ഈ പിസ്റ്റണിലേക്ക് വരും. അപ്പോൾ നമ്മൾ പെഡൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ചെറിയ ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ടാവുള്ളൂ. പെഡൽ നമ്മൾ ആക്ച്വലി ഈ കംപ്രസ്ഡ് എയർ ഇതിലേക്ക് വരാനുള്ള ആ ഒരു വാൽവ് ഓപ്പൺ ചെയ്യാനുള്ള മാത്രമേ നമ്മൾ ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഇരിക്കുന്ന കംപ്രസ്ഡ് എയർ ഇതിൽ വന്നിട്ട് ഇവിടെയുള്ള മാസ്റ്റർ സിലിണ്ടറിൻ്റെ പിസ്റ്റണിനെ മൂവ് ചെയ്യിക്കുന്നത് ഈ കംപ്രസ്ഡ് എയറിലുള്ള പ്രഷറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറഞ്ഞു, മീൻസ് നമ്മുടെ എഫേർട്ട് നമ്മൾ കുറയ്ക്കാൻ നമുക്ക് സാധിച്ചു. അതേപോലെ തന്നെ ഈ സമയത്ത് ഇവിടെ എത്ര പ്രഷറിലുള്ള ഫ്ലൂയിഡ് പുറത്തേക്ക് പോകണോ, നമ്മുടെ വീൽ സിലിണ്ടറിലേക്ക് എത്ര പ്രഷർ ഫ്ലൂയിഡ് പോകണോ അത്രത്തോളം പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് നമുക്ക് ഈ കംപ്രസ്ഡ് എയറിലൂടെ ആ പ്രഷർ, ഇപ്പോൾ കംപ്രസ്ഡ് എയറിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ അത്രയും പ്രഷറിൽ ഈ പിസ്റ്റൺ അതിൽ മൂവ് ചെയ്യും അല്ലേ. അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ടും അക്യുറേറ്റ് ആയിട്ടും നമുക്ക് വെഹിക്കിൾ സ്റ്റോപ്പിംഗ് നമുക്ക് നിർത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു എയർ അസിസ്റ്റഡ് ഹൈഡ്രോളിക് ബ്രേക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ടത്. ഇനി ഇതിപ്പോൾ അഡ്വാൻസ്ഡ് ആയി. ഇപ്പോൾ ഇതിൽ നമുക്ക് ECU കൺട്രോൾഡ് എല്ലാം വന്നു. അപ്പോൾ ഇതിൽ എത്ര പ്രഷർ വേണോ ആ പ്രഷറൈസ്ഡ് കംപ്രസ്ഡ് എയർ ആണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരിക. സോ അതിൽ നിന്ന് നമുക്ക് വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് എയർ അസിസ്റ്റഡ് ഹൈഡ്രോളിക് ബ്രേക്ക്. സോ അതിൻ്റെ വർക്കിംഗ് ആണ്, എന്താ പാർട്സ് എന്നുള്ളതെല്ലാം. സോ ഇതിൻ്റെ പാർട്സുകളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് മെയിൻ പാർട്സുകൾ. നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കുക. ഇതാണ് മാസ്റ്റർ സിലിണ്ടർ, ഇത് ഔട്ട്പുട്ട് റോഡ്, ഇവിടെ ഒരു ഇൻലെറ്റ് വാൽവ് ഉണ്ട്. ഈ ഇൻലെറ്റ് വാൽവിലാണ് നമ്മൾ കംപ്രസർ എയർ കണക്ട് ചെയ്യുക. എക്സോസ്റ്റ് വാൽവും ഉണ്ട്. എക്സോസ്റ്റ് വാൽവിൽ നിന്ന് നമ്മുടെ കംപ്രസ് ചെയ്തിട്ടുള്ള എയറിനെ നമ്മൾ തിരിച്ച് എയർ ടാങ്കിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത്. പെഡൽ പ്രസ് ചെയ്യുമ്പോൾ ഈ ഇൻപുട്ട് റോഡിൽ നിന്ന് നമുക്ക് ഇവിടെ വാൽവ് ഓപ്പൺ ആവുകയും ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവുകയും ഈ ഇൻലെറ്റ് വാൽവിലൂടെ കംപ്രസ്ഡ് എയർ ഇതിലേക്ക് വരികയും ചെയ്യും. എന്നിട്ടാണ് ഈ പിസ്റ്റണ് ഇത് ചെയ്യാം. ഓക്കെ, ദെൻ ബാക്കി ഈ നമുക്ക് കംപ്രസ്ഡ് എയർ വരാനുള്ള ബാക്കി കമ്പോണൻസ് ആണ്. എയർ ടാങ്ക് ഉണ്ട്, അതിന് കൺട്രോളിൽ മറ്റേ 2 എയർ സിലിണ്ടർ പോകുന്ന ആ കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്.
ഓക്കെ. ദെൻ അടുത്തത് വാക്വം അസിസ്റ്റൻ്റ് ആണ്. വാക്വം അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കംപ്രസ്ഡ് എയർ കൊടുക്കുന്നതിന് പകരം വാക്വം വെച്ചിട്ട് നമ്മൾ ഈ പിസ്റ്റനെ മൂവ് ചെയ്യിക്കുക, വാക്വം പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയുള്ള മാസ്റ്റർ സിലിണ്ടറിൻ്റെ പിസ്റ്റനെ മൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന വാക്വം എങ്ങനെ നമുക്ക് കിട്ടുന്നു? ഓക്കെ, നമുക്കിപ്പോൾ ഇൻലെറ്റ് മാനിഫോൾഡിൻ്റെ ഉള്ളിൽ എയർ വലിക്കാൻ വേണ്ടി ഒരു വാക്വം ക്രിയേറ്റ് ആവുന്നുണ്ട്. അത് നമ്മുടെ കംപ്രഷൻ ചേമ്പറിൻ്റെ ഉള്ളിലാണ് വാക്വം ക്രിയേറ്റ് ആവുന്നത്. ഇതിൽ നിന്ന് കുറച്ച് വാക്വം നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ടാണ് നമ്മുടെ ഈ മാസ്റ്റർ സിലിണ്ടറിനെ മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ എപ്പോഴാണോ ബ്രേക്ക് പെഡൽ നമ്മൾ പ്രസ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മുടെ ഇൻലെറ്റ് മാനിഫോൾഡ്, നമ്മുടെ എയർ അല്ലെങ്കിൽ എയർ ഫ്യൂൽ മിക്സർ പോകുന്ന ഇൻലെറ്റ് മാനിഫോൾഡ് ഉണ്ടല്ലോ, ആ ഇൻലെറ്റ് മാനിഫോൾഡ് ഉള്ളിൽ നിന്ന് നമ്മൾ വാക്വം ഇതിലേക്ക് എടുക്കും. ഈ വാക്വം ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വാക്വം പ്രഷറിൽ ഈ നമ്മൾ എത്രയാണോ പെഡൽ പ്രസ് ചെയ്യുന്ന ആ ഒരു പ്രഷറും കൂടെ ചേർന്നിട്ട് ഇവിടെയുള്ള മാസ്റ്റർ സിലിണ്ടറിലുള്ള പിസ്റ്റൺ മൂവ് ചെയ്യുകയും ബ്രേക്ക് അപ്ലൈ ആവുകയും ചെയ്യും. അങ്ങനെ നമുക്ക് വെഹിക്കിൾ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൽ വെഹിക്കിൾ നമുക്ക് നിർത്താൻ നമുക്ക് സാധിക്കുന്നു. ഇതാണ് വാക്വം അസിസ്റ്റഡ് ഹൈഡ്രോളിക് ബ്രേക്ക് എന്ന് പറയുന്നത്. ഇതേ വർക്കിംഗ് തന്നെയാണ് നമ്മൾ സെർവോ ബ്രേക്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനിങ്ങനെ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതല്ല നമ്മൾ പറയുന്നത് ഹൈഡ്രോളിക് ബ്രേക്സിലാണ്. ഇവിടെ വരുമ്പോൾ വ്യത്യാസം വരും, ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ചിലപ്പോൾ വ്യത്യാസം വരും, അതിൽ ഓരോ ബൂസ്റ്റർ വെച്ചിട്ട്. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് 2 ക്ലാസിഫിക്കേഷനായിട്ട് പഠിക്കുന്നത്. സോ ഇന്നത്രയേ ഉള്ളൂ നമ്മൾ പഠിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.